ബിജെപിയിൽ ചേരാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വ്യക്തിപരമാണെന്നും താൻ CPM-ൽ തന്നെ തുടരുമെന്നും മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കുടുംബപരമായ ഒരു ക്ഷണമുണ്ടായിരുന്നു. എൻ്റെ ഒരു ബ്രദറുടെ സിസ്റ്ററുടെ വിവാഹം ഉണ്ടായിരുന്നു. അവന് ഇച്ചിരി കാലിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. പെട്ടെന്ന് ഇന്നലെ വിളിച്ചു, അങ്ങനെ പോയതാണ്. ഈ പ്രകാശ് ജാവ്ദേക്കർ താങ്കളെ ഇന്ന് കാണാൻ ക്ഷണിച്ചില്ല? നേരത്തെ ഇല്ലല്ല, അങ്ങനെയില്ല. അദ്ദേഹമായിട്ട് നേരത്തെ മുതൽ നല്ല ബന്ധവും പരിചയമുണ്ട്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ്. അങ്ങനെ ഒരു സൗഹൃദ ബന്ധം പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഗൗരവം അങ്ങനെ തോന്നാതെ പോയത്. പാർട്ടിയുമായുള്ള നിലവിലെ പ്രശ്നങ്ങൾ പാർട്ടി നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്നും അതുവരെ സജീവമായി പാർട്ടിയിൽ പ്രവർത്തിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടിക്കാഴ്ച കൊണ്ട് വ്യക്തിപരമായി അതിനെ രാഷ്ട്രീയമായി കാണണ്ട എന്ന് ആദ്യം ഞാൻ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. ഇനി രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അത് നേരത്തെ പറഞ്ഞതാണോ? ആണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കൺവെൻഷനിലൊക്കെ അങ്ങനെ ഒരു സജീവമായ നേതൃത്വ നിരയിലില്ലല്ലോ, മെമ്പർഷിപ്പ് ഇല്ലല്ലോ. പിന്നെ പറ്റുന്നിടത്തോളം പാർട്ടിക്ക് പോറൽ തട്ടാത്ത നിലയിലേക്കുള്ള സഹായവും പാർട്ടിക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. വൃദ്ധശുദ്ധിയുടെ നാളുകളിൽ ഷോപ്പിംഗിന്റെ വിസ്മയമൊരുക്കി ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്. എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഉയർന്ന ഗുണമേന്മയിലും വമ്പിച്ച വിലക്കുറവിലും. റംദാൻ സ്പെഷ്യൽ ഐറ്റംസ് എന്നിങ്ങനെ എല്ലാ അവശ്യ വസ്തുക്കളും ഒരു കുടക്കീഴിൽ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഫാഷൻ സ്റ്റോർ, ചുള്ളിക്കൽ.